1 വരുന്ന വാക്യങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിനെ തിരിച്ചുവരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്റെ അടുത്തേക്ക് വരിക. എന്റെ സന്നിധിയിൽ നിന്ന് മ്ലേച്ഛത നീക്കിക്കളയുക. വഴിതെറ്റി പോകാതിരിക്കുകയും ജീവിക്കുന്നവനായ കർത്താവിന്റെ നാമത്തിൽ പരാമർശവും നീതിയും സത്യസന്ധമായും ശബ്ദം ചെയ്യുകയും ചെയ്ത ജനതകൾ പരസ്പരം അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കും. കർത്താവിലായിരിക്കും അവരുടെ മഹത്വം. യൂദയിലെയും ജെറുസലേമിലെയും നിവാസികളോട് കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ തരിശുഭൂമി ഉഴുതി മറിക്കുവിൻ. മറ്റുള്ള മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കരുത്. നിങ്ങളെ തന്നെ പരിച്ഛേദനം ചെയ്യുവിൻ. ഹൃദയ പരിച്ഛേദന സ്വീകരിക്കുവിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ നിമിത്തം എന്റെ കോപം അഗ്നി പോലെ ജ്വലിക്കും. അത് ശമിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. വടക്ക് നിന്ന് ഭീഷണി. യൂദയെ കുറിച്ച് പറയുവിൻ. ജെറുസലേമിൽ പ്രഘോഷിക്കുവിൻ. കാഹളം ഊതി ദേശത്തെ വിളംബരം ചെയ്യുവിൻ. ഒരുമിച്ച് കൂടി സുരക്ഷിതമായ പട്ടണങ്ങളിലേക്ക് ഓടുവിൻ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുവിൻ. സിയോനിലേക്കുള്ള വഴി അടയാളപ്പെടുത്തുവിൻ. അവയെ തേടി ഓടുവിൻ. മടിച്ചു നിൽക്കരുത്. തിന്മയോ ഭീകരനാശവും വടക്ക് നിന്ന് ഞാൻ കൊണ്ടുവരുന്നു. കുറ്റിക്കാട്ടിൽ കാടുകളിൽ നിന്ന് സിംഹം പുറത്തിറങ്ങിയിട്ടുണ്ട്. ജനതകളുടെ സംഹാരകർ സ്വസ്തി സംഗീതത്തിൽ നിന്ന് പുറപ്പെട്ടു. അവർ നിന്റെ ദേശം ശൂന്യമാക്കും. നിന്റെ നഗരങ്ങൾ വിജനമായ നാശകൂമാരമാകും. ആകയാൽ നിങ്ങൾ ചാക്കെടുത്ത് കരയുവിൻ, നിലവിളിക്കുവിൻ. കർത്താവിന്റെ ഉഗ്രകോപം നമ്മിൽ നിന്ന് അകന്നിട്ടില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് രാജാവിന്റെ ഹൃദയം തളരും. പ്രഭുക്കന്മാർ തീരുക്കളാകും. പുരോഹിതന്മാർ നടുങ്ങും. പ്രവാചകന്മാർ അമ്പരക്കും. അപ്പോൾ അവർ പറയും, ദൈവമായ കർത്താവേ, അങ്ങ് ഈ ജനത്തെയും ജെറുസലേമിനെയും വന്ദിച്ചു. നിങ്ങൾക്ക് എല്ലാം ഭദ്രമാണ് എന്നങ്ങ് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഇതാ അവരുടെ നേരെ വാൾ വരുന്നു. ആ സമയം വരുമ്പോൾ ഈ ജനത്തോടും ജെറുസലേമിനോടും പറയപ്പെടും, എന്റെ ജനത്തിന്റെ പുത്രിയുടെ നേർക്ക് മരുഭൂമിയിലെ വിജനമായ മലമുകളിൽ നിന്ന് ഉഷ്ണക്കാറ്റ് വീശും. പതിര് പറ്റാനോ നിലം വെടുപ്പാക്കാനോ അയക്കുകയില്ലാതെ ഞാൻ അയക്കുന്നത് ഭീഷണമായ കൊടുങ്കാറ്റായിരിക്കും. ഞാൻ തന്നെയാണ് അവരുടെ മേൽ വിധി വാചകം ഉച്ചരിക്കുക. ഇതാ കാർമേഘം പോലെ ശത്രു വരുന്നു. അവന്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെ, കുതിരകൾ കഴുകനേക്കാൾ വേഗതയേറിയത്. ഞങ്ങൾക്ക് ദുരിതം, ഞങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു. ജെറുസലേമിൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് നീ ദുഷിച്ച ചിന്തകളും പേരെടുക്കുക? ദാനിൽ നിന്ന് ഒരു പ്രഖ്യാപനം ചെയ്യുന്നു. എഫ്രായിമിൽ നിന്ന് അനർത്ഥത്തെ പറ്റിയുള്ള അറിയിപ്പും. ജനതകളോട് വിളംബരം ചെയ്യുകയും ജെറുസലേമിൽ വിളിച്ചു പറയുകയും, വിദൂരത്ത് നിന്ന് ശത്രുക്കൾ വരുന്നത് യൂദയിലെ നഗരങ്ങൾക്കെതിരെ പോർവിളികൾ മുഴങ്ങുന്നു. വയലിന് ചുറ്റും കാവൽക്കാരെന്ന പോലെ അവർ അവളെ വളഞ്ഞിരിക്കും. എന്നാൽ അവൾ എന്നെ ധിക്കരിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, ഇതെല്ലാം എന്റെ മേൽ വരുത്തി വെച്ചത് നിന്റെ പെരുമാറ്റവും പ്രവൃത്തികളും അത്രേ. ഇത് നിന്റെ ശിക്ഷയാണ്. അത് കൈപ്പേറിയതും തന്നെ. നിന്റെ ഹൃദയത്തിൽ തന്നെ അത് തുറന്നു കയറിയിരിക്കുന്നു. ജെറമ്യായുടെ വേദന അസഹ്യമായ വേദന. ഞാൻ വേദനയാൽ കുളയുന്നു. എന്റെ ഭിത്തികൾ തകരുന്നു. നെഞ്ചിരിക്കുന്നു. നിശബ്ദമായിരിക്കാൻ എനിക്ക് വയ്യ. ഇതാ യുദ്ധകാഹളം പോർവിളി ഞാൻ കേൾക്കുന്നു. ഒന്നിനു പിറകെ ഒന്നായി ദുരിതങ്ങൾ ആഞ്ഞടിക്കുന്നു. ദേശം മുഴുവൻ വിജനമായി തീർന്നു. എന്റെ കൂടാരങ്ങൾ ഇടയിൽ തകരുന്നു. കൂടാര വീതികൾ നിമിഷം കൊണ്ട് കീറിപ്പറയുന്നു. യുദ്ധപതാക ഇനിയും എത്ര നാൾ ഞാൻ കാണണം? കാഹളധ്വനി എന്നവരെ കേൾക്കണം. എന്നാൽ എന്റെ ജനം വിഡ്ഢികളാണ്. അവർ എന്നെ അറിയുന്നില്ല. അവർ ബുദ്ധിയില്ലാത്ത കുട്ടികളാണ്. അവർക്ക് യാതൊരു ജ്ഞാനവുമില്ല. തിന്മ പ്രവർത്തിക്കാൻ അവർ സമർത്ഥരാണ്. നന്മ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല. ആസന്നമായ ശിക്ഷ. ഞാൻ ഭൂമിയിലേക്ക് നോക്കി, അത് രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ഞാൻ ആകാശത്തേക്ക് നോക്കി, പ്രകാശം കെട്ടുപോയിരുന്നു. ഞാൻ മലകളിലേക്ക് നോക്കി, അവ വിറം കൊണ്ടിരുന്നു. കന്നുകളെല്ലാം ഇളകി ഉലയുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കി, ഒരു മനുഷ്യരെയും കണ്ടില്ല. ആകാശപ്പറവകളെയും പറന്നു പോയിരുന്നു. ഞാൻ നോക്കി, ഫലസമൃദ്ധമായ ദേശം ഇതാ മരുഭൂമിയായിരിക്കുന്നു. കർത്താവിന്റെ മുന്നിൽ അവർ തീവ്രകോപത്തിൽ നഗരങ്ങളെല്ലാം നിലംപതിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, എല്ലാ ദേശങ്ങളും നിർമ്മാർജ്ജനമാകും, എന്നാൽ അവയെ ഞാൻ പൂർണ്ണമായി നശിപ്പിക്കുകയില്ല. ഭൂമി വിലപിക്കട്ടെ, ആകാശം ഇരുളടഞ്ഞു പോകട്ടെ. ഞാൻ പറഞ്ഞിരിക്കുന്നു, അതിന് മാറ്റമില്ല. ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു, എന്റെ തീരുമാനം മാറുകയില്ല. കുതിരപ്പടയാളികളുടെയും വില്ലാളികളുടെയും ആരോഗ്യം